ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ലോഗ്സ്. സകുടുംബം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങള് പന്തളത്ത് പോവാണ് തിരുവാഭരണം കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് കമന്റിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ പന്തളത്ത് വരുന്നുണ്ടോ, തിരുവാഭരണം കാണാൻ പോകുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകാന്ന് വിചാരിച്ചു, ഞായറാഴ്ച അല്ലേ. അത് പെട്ടെന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഒരു തോന്നലുണ്ടായി. ഏട്ടാപ്പനോട് ചോദിച്ചു, ഏട്ടാപ്പൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ചിറ്റയെ വിളിച്ചു ചോദിച്ചപ്പോൾ ചിറ്റയ്ക്കും വരാം. അപ്പം ചിറ്റയ്ക്ക് ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ചിറ്റയെ വിളിക്കാൻ വേണ്ടി പോവാണ്. അതെ, കേശു ഉണ്ട്, അമ്മയുണ്ട് പുറകില്. കേശുവാ, നമ്മൾ എവിടെ പോവാടാ? അവര് പഞ്ചനപ്പൂച്ചിന് പോകാന്ന് പറഞ്ഞു, അയ്യപ്പനെ കാണാമെന്ന് പറഞ്ഞു. ഓ, എന്തൊരു സന്തോഷം. അപ്പൊ ഞങ്ങളിപ്പോ ചിറ്റയെ വിളിക്കാൻ വേണ്ടിട്ട് മാടപ്പള്ളിയിലോട്ട് പോവാണ്. അതില് നമ്മള് പന്തളത്തിലേക്ക് പോവാം. അപ്പൊ ചിറ്റയെ ചെന്നൊക്കെ വിളിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. ഇവിടെ ചിറ്റയെ ഞങ്ങള് പിക്ക് ചെയ്തു. ചിറ്റയെ കുഞ്ഞാപ്പിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പന്തളം കൂട്ടുകാരും തിരുവാഭരണമൊക്കെ കാണാൻ വേണ്ടിട്ട് പോകാം ഗായ്സ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് അല്ലേ അമ്മേ? സ്വാമിമാരുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടതേ. സ്വാമിമാരൊക്കെ പോകുന്നത് ഇവിടെ തൂക്കുപാലം ഉണ്ട്, അവിടെ കയറാൻ പോകാന്നൊക്കെ പറയുന്നുണ്ട്. കാണിക്കാറുണ്ടോ? അതാണ്ട് തൂക്കുപാലം, അതേ കയറാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്, ഞാൻ കയറിയിട്ടില്ല. ഏട്ടപ്പോ കൊണ്ടുപോകണേ. നമ്മൾ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എത്തി ഗൈസ്. തേണ്ടേ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മണികണ്ഠ സ്വാമിയുടെ ക്ഷേത്രം. ഭയങ്കര പ്രൊട്ടക്ഷനാണ്, പോലീസുണ്ട്, എല്ലാം ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാ. ഒരുപാട് സാധനങ്ങൾ, അയ്യപ്പന്മാരുടെ വണ്ടികളാണ് ഈ കിടക്കുന്നത് മുഴുവൻ. അങ്ങനെ നമ്മൾ എത്തി, നമ്മളെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അമ്മയും ചിറ്റയും പോണു. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറകെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് വിൽക്കാനൊക്കെ. തിരിച്ചു വരുമ്പം വേണം ഒന്ന് കയറി ഇറങ്ങി പോകാൻ. തൊഴുത് കഴിഞ്ഞു. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ചെറിയ കൊട്ടാരത്തിൽ കയറി. രണ്ട് തിരുവാഭരണം പന്തളം പാലസിലാണുള്ളത്. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ കാണാൻ വേണ്ടിയിട്ട് ചുറ്റാമ്മയൊക്കെ ഫ്രണ്ടേ പോയി. ഇവിടെ പന്തളത്ത് വന്നു, തിരുവാഭരണം കണ്ടു അല്ലേ അമ്മേ? തൊഴുതു, വളരെ സന്തോഷമായി. അപ്പം പെട്ടെന്ന് കയറാൻ പറ്റി. കുഞ്ഞുണ്ടായിരുന്നു, ചിറ്റി ആദ്യം കയറി. ഞങ്ങൾ ലൈൻ ഇട്ട് വന്ന് പകുതിയായിട്ട് ഞങ്ങളെ കയറ്റി വിട്ടു വേറെ ലൈൻ. അതെ, വേറെ ലൈനിലേക്ക് കയറി ഞങ്ങൾ പെട്ടെന്ന് കയറി കണ്ടു. ചിറ്റയും കുഞ്ഞാവയും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു മനോഹരമായ കാഴ്ച കാണിച്ചു തരാം നിങ്ങളെ. അപ്പം നോക്കൂ, അവിടേക്ക് നോക്കൂ. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ, വെള്ളം വീഴുന്നത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ അയ്യപ്പന്മാർക്ക് കുളിക്കാനായിട്ട് വേറെ സംവിധാനമൊക്കെ കൂടെ ഒരുക്കിയിട്ടുണ്ട്. അവർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. എല്ലാവരും കണ്ടോ, വെള്ളം ഒഴുകുന്ന കണ്ടോ. വളരെ മനോഹരമായ ഒരു കാഴ്ച. തിരക്കാന്ന് കണ്ടോ ഗൈസ്. പരവേശം എടുത്തിട്ട് ഈ വെയിലത്ത് ഇച്ചിരി നാരങ്ങാ വെള്ളം കുടിക്കാൻ വിചാരിച്ചു. എങ്ങനെ ഉണ്ടമ്മേ? വിളിയാ കേശു കേശു കേശു. കഞ്ഞിയോടിയൊക്കെ കഴിഞ്ഞിവിടെ വന്നിരിക്കുവാണ്. എൻ്റെ അമ്മ കുഞ്ഞുമായിട്ട് അയ്യപ്പൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുവാണ്. ഏട്ടാപ്പും ഒക്കെ കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കുന്നു. അവിടെയെല്ലാം ഫുഡ് കഴിക്കുവാണ്. എല്ലാവരും ഉണ്ടാവും, കഞ്ഞി കുടിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിൽ പോകുന്നുള്ളൂ. ഇവിടെ കൊണ്ട് നല്ലൊരു വൈബാണ് ഇവിടെ ഉള്ളത്. വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പൈസ കൊടുക്കണമായിരുന്നു, അറിയത്തില്ലായിരുന്നേ. ഇറങ്ങി കഴിഞ്ഞ് കാശ് എടുക്കാൻ നേരം ലോട്ടറി ആണെന്ന് പറഞ്ഞു. ഏട്ടാപ്പോ വേണ്ടെന്ന്
ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പോ ഞങ്ങള് അവിടെ ഒരു തൂക്കുപാലമുണ്ട് അല്ലെ, അവിടെ വരെ ഒന്ന് പോണം. തിരിച്ചു വരും കേട്ടോ. പോലീസുകാർ കൈ കാണിക്കുന്നൊക്കെ. അയ്യോ എന്നാ ഒരു ഇതായിരുന്നു, നല്ല കഞ്ഞിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അമ്മ കൈ വാങ്ങി കഴിയാൻ പോലെ അതിനകത്തോട് കയറി കഴുകി 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 കഴുകി. ഞാൻ പോലീസുകാരോട് ചോദിച്ചു മോളെ കൈ കഴുകുന്നിടും ബാ ഞാൻ കൊണ്ടാന്ന് കൊടുത്തു. അങ്ങനെയൊന്നും മനസ്സിലാകണ്ട. കുടുംബത്തിലെ അമ്മയാണല്ലോ അങ്ങനെയൊന്നുമല്ല, ഒരു സഹായം ചെയ്ത അവരോട് കാണിച്ചു. മോഹം കൈയും കണ്ടപ്പോഴോ ഇവൻ കൈ കൊണ്ട് വായിലുണ്ട്. കഞ്ഞി കൊടുത്തു. കഞ്ഞി കുടിക്കാൻ അറിയാം അവളെ പറ്റുമല്ലോ. കഞ്ഞി കൊണ്ടുവന്നോ? അങ്ങനെ നമ്മളിപ്പം തൂക്കുപാലത്തിലേക്ക് പോവുകയാണ്. തൂക്കുപാലത്തിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ടേ അമ്മ ഇന്ന് ഇറങ്ങിയില്ല, ഇറങ്ങുന്ന വണ്ടിക്കകത്തുനിന്ന്. ഇത് കണ്ടോ, കൈപ്പുഴ ശിവക്ഷേത്രമുണ്ട്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പന്തളം കൊട്ടാരം വകയാണ് ഇതെല്ലാം. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ചുറ്റുപാട്. കണ്ടോ, നമ്മളിനി പോകുന്നത് കണ്ടോ, ആ കാണുന്ന തൂക്കുപാലത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. തൂക്കുപാലം കാണാൻ പൊൻപുഴയിൽ നിന്നും പൊൻപുഴയുടെ രാജാവ് അഗ്നിദേവ് കുമാരൻ ഐസ്ക്രീം മേടിച്ചു ഗൈസ്. ഈ തൂക്കുപാലത്തിൻ്റെ ഇവിടെ ഐസ്ക്രീം വണ്ടി കിടപ്പുണ്ടായിരുന്നു, സ്കീയുടെ. അവിടെ നമ്മൾ ഐസ്ക്രീം മേടിച്ചിരിക്കുകയാണ്. ഞാൻ മിക്സറാണ് വാങ്ങിച്ചത്. വേണ്ടേ, ഓ ചീറ്റ പോവാണോ? നമ്മൾ തൂക്കുപാലത്തിലേക്ക് പോവുകയാണ്. കൈപ്പുഴ തൂക്കുപാലം, കൈപ്പുഴ പന്തളം തൂക്കുപാലത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സൂപ്പർ ഐസ്ക്രീം. ഞാനും ഞങ്ങളുടെ കേശുവിന് കൊടുക്കത്തില്ല. കേശുവിന് തൊഴിൽ നാക്ക വെച്ചാൽ കേശു കിടന്ന് പിന്നെ കിടന്ന് പിടിക്കും. ഇനി കൊടുക്കത്തില്ല. ഇച്ചിരി ചോക്ലേറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പം മിക്സറാണ് വാങ്ങിച്ചേ. ഞാനങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോ ഇതുകൊണ്ട് പാലത്തെ കയറാൻ പോണ ഗൈസ്. ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ചിറ്റേ രാജാതിരാജൻ രാജമാർത്താണ്ഡൻ പൊൻപുര രാജാവ് അഗ്നിദേവ് തൂക്കുപാലത്തിൽ നിൽക്കുന്നേ. ഓയ് 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 പള്ളിപ്പിച്ച്. നമ്മൾ ആദ്യം കണ്ടതാണ്ട് ആ പാലത്തെ കൂടെ നമ്മൾ ക്ലോസ് ചെയ്തപ്പോഴായി തൂക്കുപാലം ആദ്യം കണ്ടത്. പാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ഇതൊക്കെ. പന്തളം വലിയ കോയിക്ക് ക്ഷേത്രക്കടവ് തൂക്കുപാലം. നീളം, വീതി, അടയ്ക്കൽ തുക, ഡിപ്പാർട്ട്മെൻറ്റ്, നിർമ്മാണം ആരംഭിച്ചത് 2022, നിർമ്മാണം പൂർത്തീകരിച്ചത് 2012, നിർമ്മാണം പൂർത്തീകരിച്ചത് 2013. അങ്ങനെ തൂക്കുപാലം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കൈപ്പുഴ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തു. ഇനി കൊട്ടാരത്തിലേക്ക് നമ്മൾ നടക്കാൻ പോവാണ്. അമ്മ കൊട്ടാരം കണ്ടിട്ടില്ല. അമ്മ അവിടെ ഇതാണോ കൊട്ടാരം അതാണോ കൊട്ടാരം ചോദിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ ഞങ്ങൾ കണ്ടിട്ട് വരാമേ. കൊട്ടാരം വക കുളം. പണ്ട് കാലത്തൊക്കെ ആൾക്കാരകത്ത് കുളിച്ചിരുന്നു. ഇപ്പം കണ്ടിട്ട് കുളിക്കുമെന്ന് തോന്നുന്നില്ല. ആമ പോകുന്നുണ്ടോ ഗൈസ്? അങ്ങനെ തിരുവാഭരണം കണ്ടു. കൈപ്പുഴ കൊട്ടാരത്തിങ്ക പോയി തൂക്കുപാലത്തിൽ കയറി ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അല്ലേ ചിറ്റ? അല്ലേ അമ്മ? ചിറ്റയുടെ വീടിന്റെ അതെ, ചിറ്റയുടെ വീടും കാണിച്ചിട്ട് ചിറ്റയ്ക്ക് വീടുണ്ടോ, ചിറ്റയ്ക്ക് വീടില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ചിറ്റയുടെ വീടും കൂടെ കാണിച്ചിട്ട് തന്നിട്ടാണ്. നിങ്ങൾ ചിറ്റയുടെ വീട്ടിൽ കൊണ്ട്
കറക്കി അതെ. വീടും കാണിച്ചിട്ടാണ് അപ്പൊ ശരിക്കും നല്ല ടയർഡ് ആയിട്ടുണ്ട്. കാരണം നല്ല വെയിലായിരുന്നു, നല്ല ചൂട്. അതുകൊണ്ടൊന്നല്ല, നല്ല കഞ്ഞി കുടിച്ചപ്പോഴേക്കും ടയർഡായി പോയ. എനിക്ക് വിശക്കുന്നുണ്ട് ഇപ്പോഴും. ചുമ്മാ പറയുവായിരിക്കും. അപ്പം നമുക്ക് തിരിച്ചു പോകാം. ചിറ്റയുടെ വീട്ടിലെത്തിയിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചിറ്റയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ചിറ്റ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചിറ്റയ്ക്ക് വീടില്ലേ, ചിറ്റയുടെ വീട് എവിടെയാന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ചിറ്റയുടെ വീട്. അപ്പം ഞങ്ങൾ കാണിക്കാം. റെഡി കാണുന്നതാണ് ചിറ്റയുടെ വീട്. ആണ്ട് ചിറ്റയും അമ്മയും ചിറ്റയുടെ ഹസ്ബൻഡും ചിറ്റയുടെ മദർ ഇൻ ലോയും കേശുക്കുട്ടാനും ഏട്ടാപ്പും എല്ലാവരും കൂടെ നിൽക്കുന്നത് കണ്ടോ. മാടപ്പള്ളിയിലാണ് ചിറ്റയുടെ വീട്. ഇതാണ് ചിറ്റയുടെ വീട് കണ്ടോ. ഞങ്ങളങ്ങടെ ചിറ്റയുടെ വീട്ടിൽ വന്നേക്കാണ്. അനിയത്തിന് വീട്ടിൽ വന്നു. ഇതാണ് അനിയത്തിന് വീടും സ്ഥലവും. കണ്ടോ, പട്ടികളെ, പൂച്ച, പ്രാവ് എല്ലാം ഉണ്ട്. മൊയലുണ്ട്. പ്രാവ് ഇടയ്ക്കടുത്ത് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഏതാ ചിറ്റയുടെ അമ്മ. അവിടെ പട്ടി, ഇവിടെ പട്ടി. വേണ്ടേ ആ പ്രാവിനെ കൂടെ കാണിച്ചത്. കൊക്കുറു ഇതിനകത്ത് പൂപ്പി. പൂപ്പിയേ പൂപ്പി നീ ചാടല്ലേ. ഇതാണ് പൂപ്പി. നമ്മൾ റാംബോച്ചിനെ പോലാ പൂപ്പി. ഇതാണ് ചിറ്റയുടെ ഹസ്ബൻഡ് ചിറ്റാപ്പൻ. വേണ്ട പ്രാവ്. ഇഷ്ടംപോലെ പ്രാവുകളുണ്ട് ഇവിടെ കണ്ടോ. ചിറ്റപ്പൻ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ചിറ്റപ്പനാണ് ഇതിൻ്റെ എല്ലാ ആള് മെയിൻ്റനൻസ്. അതെ, ആടുണ്ട്, പിന്നെ പക്ഷികളുണ്ട്, ലവ് ബേർഡ്സ്, മീനുണ്ട്. ഒരുപാട് സാധന സാമഗ്രികളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് ഫുള്ള് മീനാ. മൊത്തം മീനാണ്. സാലിവാലി ഒന്നും കാണത്തില്ല. എല്ലാം മീനാണ്. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇതിനകത്ത് ഫുള്ള് മീനാണ്. ഇങ്ങനത്തതാണ് ഫുള്ള്. കണ്ടോ, ഇതിന്റെ എല്ലാം മെയിൻ്റെനൻസ് പൊന്നനാണ്. അർജുനാണ് എല്ലാം ചെയ്യുന്നത് അർജുനാണ്. ഇതിനകത്ത് ഫുൾ മീനാ. ഇതിനകത്തും ഒക്കെ മീനാ. അകത്താണെങ്കിൽ ഒരു അക്വേറിയം പോലെ ഉണ്ട്. അതിനകത്തും മീനാണ്. അതൊക്കെ അവനാണ് ഇതിന്റെ ആള് ഫുള്ള്. ഇത് ഫുള്ള് നോക്കുന്നത് നമ്മുടെ പുത്രനാണ്. പൂന്തോട്ടം, ഗാർഡൻ, എല്ലാ പരിപാടിയും ഉണ്ട് ഇവിടെ. ഇതിനകത്തൊന്നുമില്ല, എല്ലാ പരിപാടിയും ഉണ്ട്. അതെ, ഇനി ചിറ്റയ്ക്ക് വീടില്ലേ, ചിറ്റയുടെ വീട് കണ്ടില്ലേ, ആരും കണ്ടില്ലെന്ന് പറയണം. ഇതാണ് നമ്മുടെ വീട്. ഇതാണ് കാര്യങ്ങളൊക്കെ. കണ്ടോ, ഇവിടെ ഇല്ലാത്തതൊന്നും ഇല്ല. ഇവിടെ എല്ലാ സംഭവം ഉണ്ട്. അതെ, ആണ്ട നിൽക്കുന്ന വർത്താനം പറഞ്ഞോണ്ട് അമ്മ. അതെ, ചിറ്റയുടെ മദർ ഇൻ ലോ, ചിറ്റപ്പൻ്റെ അമ്മയാണത്. ആടുണ്ട് നല്ല. ജമുനാപ്യാരി ഉണ്ട് ഇവിടെ. ജമുനാപ്യാരി കണ്ടോ. ജമുനാപ്യാരി ആണാണോ പെണ്ണാണോ? അതാ അനീഷന്റെ ഇടയ്ക്ക് കിട്ടുന്നത്. പൊന്നനായിട്ട് വലിയ കളി കേട്ടോ. കുഞ്ഞിലെ കൊണ്ടതാണോ? അങ്ങനെ ഞങ്ങളിതേ അങ്ങനെ ഇതാണ് എൻ്റെ അനിയത്തിയുടെ വീട്. എല്ലാവരും ചോദിക്കുന്നത് അനിയത്തിക്ക് വീടില്ലേ, എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എൻ്റെ അനിയത്തിക്കുണ്ടല്ലോ. അവള് വഴി റോഡ് സൈഡിലാണ് അവിടെ വീട്. അവൾക്ക് എന്നെ കുഴപ്പം കണ്ടോ, ഓടി ഓടി അങ്ങോട്ട്. അതെ, ഇനിയിപ്പം അങ്ങനെ ഇതെല്ലാം ആയി. ഞങ്ങൾ ഇനിയിപ്പം ഇവിടുന്ന് ഇപ്പം നേരെ നമ്മുടെ വീട്ടിൽ പൊൻപുഴയിലോട്ട് പോവുകയാണേ. അവിടെ ചെന്നിട്ട് ഇന്നത്തെ പണിയെല്ലാം കിടക്കുന്നേ ഉള്ളൂ.
അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ശരിക്കും. ഓക്കെ ടാറ്റാ.